കണ്ണപ്പൻ കൊണ്ട് വേഗണ്ടാകും വീണ്ടും കണ്ണപ്പ നായനാർ എന്ന് പറയും. കണ്ണപ്പ നായനാർ എല്ലാ ദിവസവും വേട്ടയാടിയിട്ട് പോകുന്ന സമയത്ത് ഒരു ശിവലിംഗം കണ്ടുത്രേ. ആ ശിവലിംഗത്തിന്റെ അവിടെ പോയി ഇത് പാവം ഒറ്റയ്ക്ക് ഇരിക്കല്ലേ കാപ്പിലെന്ന് വിചാരിച്ചിട്ട് വേട്ടയാടിയ മാംസമൊക്കെ കട്ട് ചെയ്തിട്ട് ശിവലിംഗത്തിന് മുമ്പ് കൊണ്ട് വെച്ചു കഴിച്ചോ. ഈ പാവം വെള്ളം വേണ്ടുവരുമല്ലോ, ശിവലിംഗത്തിൽ ധാര നടത്തുന്നത് ഞാൻ ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിനക്ക് ധാര നടത്താന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു തടാകത്തിൽ പോയി വായ നിറയെ വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗത്തിന്റെ മുകളിലേക്ക് തുപ്പിയിട്ടുണ്ട്. ഭഗവാൻ കോപിച്ച് ഓ ദാ നീ ഭസ്മാവാൻ പോകുന്നു സംഭവിച്ചോ? കഴിയില്ല. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോ മാംസം അതേപോലെ ഇരിക്കുന്നുണ്ട്. ഒരു കണ്ണിൽ നിന്ന് ചോര ശിവലിംഗത്തിന്റെ. അയ്യോ നിനക്ക് കണ്ണ് കാണാണ്ടായോ? ഞാൻ എന്റെ കണ്ണ് നിനക്ക് തരാന്ന് പറഞ്ഞ് ആ ആവനാഴിയിൽ നിന്ന് ഒരു അമ്പതിനെടുത്ത് കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ആ കണ്ണുകൊണ്ട് ഭാഗത്തേക്ക് വെച്ചു, ചോര നിന്നു. അപ്പോ രണ്ടാമത്തെ കണ്ണിന് ചോര വരാൻ പറയും. എനിക്ക് നിനക്കില്ലാതെ കണ്ണെന്തിനാ എനിക്ക് എന്ന് പറഞ്ഞു രണ്ടാമത്തെ കണ്ണ് ചവിട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് കണ്ണപ്പൻ ആലോചിച്ചു, ഇത് പോയാൽ എനിക്ക് കാഴ്ച ഉണ്ടാവില്ല, ഇത് എവിടെ കൊണ്ട് എനിക്കും നിന്റെ പൊസിഷൻ അറിയണ്ടേ. ഈ ഇടത്തെ കാലെടുത്തിട്ട് ആ കണ്ണിന്റെ മുകളിൽ ചവിട്ടി പിടിച്ചു. എന്നിട്ട് സ്വന്തം കണ്ണ് ചൂർത്തെടുത്ത് ആ കാലിന് അടയാളം വെച്ച സ്ഥലത്ത് കൊണ്ട് വെച്ചു കൊടുത്തു. അയാളുടെ പേരാണ് കണ്ണപ്പൻ. കണ്ണപ്പൻ നായനാർ പറയും. ഭഗവാന്റെ നായനാർമാരിൽപ്പെട്ട ഒരാളാണ്. അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഭഗവാൻ വന്ന് എല്ലാ ഐശ്വര്യവും കൊടുത്തു.